നിങ്ങൾ കാട്ടിയ നെറുകേടുകളും ശിവരാമേട്ടൻ മനസ്സിലാക്കി കഴിഞ്ഞു. ശിവരാമേട്ട പറ, സത്യം എന്താണെന്ന് പറയേ. നേരാ മോളെ, ഞാൻ പറഞ്ഞ ഓരോ വാക്കും സത്യമാണ്. മോളുടെ അച്ഛനാ ആ 5 ഏക്കർ ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തത്. ബാക്കി തുക ഓരോ മാസമായിട്ട് ഗൾഫിൽ നിന്ന് അയച്ചു തന്നുകൊണ്ടിരുന്നു. പലതവണ പണം എടുക്കാൻ ഞാനും ഇയാളോടൊപ്പം ബാങ്കിൽ പോയിട്ടുണ്ട്. ചിലപ്പോൾ അരവിന്ദ സാർ ഒപ്പിട്ട ചെക്കുമായി ഞാനാ ബാങ്കിൽ പോയി പണം മാറിയിരുന്നത്. ആ പണം ഞാൻ തന്നെയാ ടൗണിലുള്ള സ്ഥലമുടമയുടെ കൈ കൊണ്ട് കൊടുത്തിരുന്നത്. പണം മുഴുവൻ അടച്ചു തീർത്തിട്ടാ അരവിന്ദ സാർ കഴിഞ്ഞ ഓണത്തിന് നാട്ടിൽ വന്നിരുന്നത്. അപ്പോഴാ സാറ് വാങ്ങിയ തോട്ടമാണെന്ന് പറഞ്ഞ് ഇവരെല്ലാം കൊണ്ടുപോയി കാണിച്ചത്. മോളുടെ കല്യാണത്തിന് പണം ആവശ്യം വന്നപ്പോൾ സാറ് ചോദിക്കാൻ തോട്ടത്തിൽ വന്നിരുന്നു. പ്രോപ്പർട്ടി രജിസ്ട്രേഷൻ അടുത്ത ആഴ്ച നടത്താമല്ലേ പറഞ്ഞേ? അത് പിന്നെ ചെറിയൊരു കുഴപ്പമുണ്ട് അരവിന്ദ. കുഴപ്പമോ? തിരക്കിനിടയിൽ ഞാൻ തന്നോട് പറയാൻ വിട്ടുപോയതാ. തോട്ടത്തിന് വേണ്ടി നമ്മുടെ ഇന്നും പണം വാങ്ങിച്ച ആളെ ഹോസ്പിറ്റലില്ല ഓമാശയിൽ നിന്നാ ഡോക്ടർമാർ പറയുന്നേ. അരവിന്ദ 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 പച്ചക്കള്ളമാണെന്ന് ഇയാൾ പറഞ്ഞത്. അരവിന്ദ സാറിന്റെ അക്കൗണ്ടിൽ പണമില്ലെന്നും സ്ഥലം ഉടമ കോമയിലാണെന്നും ഒക്കെ. അരവിന്ദ സാർ മരിച്ചതിന് ശേഷവും ആ അക്കൗണ്ടിൽ നിന്ന് ഇയാൾ ലക്ഷങ്ങൾ എടുത്തിട്ടുണ്ട്. ഇല്ലേ ജേക്കബ് സാറേ? ശരിയാ. കൂട്ടുകാരെ വഞ്ചിച്ചതിനെ സങ്കടവും ചങ്കിലിട്ട അരവിന്ദ് സാർ അന്ന് ആ തോട്ടത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതാരോടും പറയാൻ പറ്റാത്തതിന്റെ വിഷമത്തിലാ. പിറ്റേ ദിവസം സാറ് മരിച്ചു കഴിഞ്ഞ് 2-3 ദിവസത്തിനുള്ളിൽ ഇയാൾ ആ ഭൂമി സ്വന്തം പേരിലാക്കി. നെറികെട്ട ആ ഇടപാടിന് സാക്ഷിയായിപ്പോയി ഈ മഹാഭാവി. മഹാഭാവി!